കാലുകൾ വലിച്ചു നീട്ടി വേഗത്തിൽ ഓടിയിട്ടും കാൽവിരലുകൾ പതിഞ്ഞ് വെളുത്ത് തേഞ്ഞു തീരാറായ സ്ലിപ്പറിട്ട കാലുകൾക്കൊപ്പമെത്താൻ അവൾ നന്നായി പാടുപെട്ടു. ഈ ഓട്ടം അച്ഛനൊപ്പമാണ്. പോകുന്നതോ സായിപ്പ് മാമൻ്റെ കടയിലോട്ടും. മുറുക്കാൻകട സായിപ്പ് എന്നറിയപ്പെടുന്ന സായി മാമയുടെ മുറുക്കാൻകട. വീട്ടിൽ നിന്നിറങ്ങിയാൽ സാവധാനത്തിലും എന്നാൽ മുറുക്കാൻകട എത്താറാവുമ്പോഴുള്ള അച്ഛൻ്റെ വേഗതയും കാണാൻ നല്ല രസമാണ്. വട്ടത്താമര തടിയുള്ള 2 തൂണുകളിൽ വരാന്ത പോലെ ഓലമേഞ്ഞ് ചായ്ച്ച് കെട്ടിയിട്ടുണ്ട്. തല കുനിച്ചേ അതിനകത്തോട്ട് കയറാൻ പറ്റൂ. ഓരോ കറ പിടിച്ച തടികളും ഇളക്കി മാറ്റി മറിച്ച് വെച്ച് കതക് തുറക്കുന്നതൊന്ന് കാണണം. വല്ലാത്തൊരു മണം മൂക്കിലോട്ടങ്ങ് അടിച്ചു കയറും. ഇവൾക്ക് പിത്തമുള്ളത് കൊണ്ടാണ് ഈ മണമൊക്കെ ഇത്ര ഇഷ്ടം. അവിടെ ഒരു പൊട്ടിച്ചിരി അങ്ങ് പടരും. എല്ലാ പല്ലുകളും വെളിയിലിട്ട് വായ തുറന്ന് സാലിമാമൻ്റെ ചിരി. പല്ലുകളൊക്കെ നിറമങ്ങിയതും വൃത്തിയില്ലാത്തതുമാണ്. ചിരിയുടെ ശബ്ദം ഇഷ്ടമാണെങ്കിലും ആ പല്ലുകൾ അവൾക്കത്ര ഇഷ്ടമല്ല. ഇന്ന് എന്താ മണിയാ താമസിച്ചത്? ഇവളെയും കൊണ്ട് വരാതെ പറ്റില്ലല്ലോ. കാപ്പിപ്പൊടി നിറമുള്ള കൈകൊണ്ട് വലിയ ചില്ലുകുപ്പിയിൽ നിന്നൊരു വെട്ടുകേക്ക് എൻ്റെ നേരെ നീണ്ടു വരും. അത് കാത്തു നിൽക്കുന്നത് പോലെ 2 കൈ നീട്ടി വാങ്ങി കഴിച്ചു തുടങ്ങും. അതിൻ്റെ രുചി പറഞ്ഞാലും തീരില്ല. എൻ്റെ പടി കിട്ടിയില്ലല്ലോ. ഓ മറന്നു. വലിയൊരു തടിപ്പട്ടിയുടെ അടപ്പ് നിരക്കി മാറ്റി അതിൽ നിന്നൊരു കെട്ട് ബീഡി എടുത്ത് അച്ഛൻ്റെ നേരെ നീട്ടി. വളരെ പെട്ടെന്ന് തന്നെ ആ കെട്ടിൽ നിന്നൊരു ബീഡി 2 വട്ടം ആ മേശയിലൊന്ന് തട്ടി ചുണ്ടിൽ വച്ചു. ആ തടിത്തൂണിൽ ഒരു കാൽ മടക്കി വച്ച് മറ്റേ കാലൂന്നി എന്തോ വലിയൊരു സംഭവം കിട്ടിയെന്ന മട്ടിൽ ചാരി നിന്ന് തീപ്പെട്ടി കത്തിച്ച് ചുണ്ടിൽ തട്ടിയ ബീഡിയിൽ ചെറിയൊരു തീപ്പൊരി. കാറ്റിലത് പതിയെ എരിഞ്ഞ് മുകളിലോട്ട്. ഒപ്പം കുമുകുമാ പുകയും. എൻ്റെ കയ്യിലെ കേക്കും പാലും വെള്ളവും ഒറ്റ വലിക്കങ്ങ് തീർത്തു. നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും വലിയ എന്തോ സംഭവമാണ് ഈ മുറുക്കാൻകട. പുറമേ ചെറുതാണെങ്കിലും അടുത്ത് വന്ന് നോക്കണം. ഓരോ ചില്ലുകുപ്പിയിലും പലഹാരങ്ങളും മിഠായികളും പച്ചയും പഴുത്തതുമായ വാഴക്കുലകൾ. ചില ദിവസം ചീഞ്ഞ പഴത്തിൻ്റെ മണമാണ്, ചിലപ്പോൾ നല്ല സാമ്പ്രാണിത്തിരിയുടെ മണവും. അല്ലേ എൻ്റെ കൂടെ വന്നത്? അച്ഛനാണ്. അവിടെ നിന്ന് എണിച്ചു ചായപാത്രങ്ങൾക്കിടയിൽ തള്ളിക്കയറ്റി വച്ചിരുന്ന ചെറിയ തടിക്കസേര വലിച്ചിട്ട് സാലിമാമൻ്റെ അടുത്തിരുന്നു അച്ഛൻ. ഞാൻ അച്ഛനെ ചേർന്ന് നിൽപ്പായി. ഒരു കെട്ട് ഉണങ്ങിയ ഇലകൾ. സാലിമാമ അത് വലിച്ചെടുത്തു. ഇത് എന്തിൻ്റെ ഇലയാ? ഇത് വീട് തെറുക്കുന്ന ഇലയാ, തെണ്ടില. അറ്റവും മൂലയും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ ഇലകൾ. അപ്പോഴാ ചതുരാകൃതിയിലുള്ള ഒരു തകിട് എടുത്തുകൊണ്ടുവന്നു സാലിമാമൻ. അത് ഇലയുടെ മീതെ വച്ചു. എന്നിട്ട് ആ ചതുരാകൃതിയിൽ ഓരോ ഇലയും കത്രിക വച്ച് വെട്ടി എടുത്തു. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓരോ ഇലയിലും കുറച്ച് സുർക്ക ഇല വയ്ക്കും. ഉള്ളംകൈയിൽ ഇല വച്ച് അതിൽ സുർക്ക വച്ച് താഴെ നിന്ന് ചരിച്ച് ചുരുട്ടി കൊണ്ടുവന്ന് ഇലയുടെ അറ്റം മടക്കി വച്ച് ചെറിയ നൂൽക്കഷ്ണങ്ങൾ കൊണ്ട് കെട്ടും. എത്ര പെട്ടെന്നാണ് ഒരു ബീഡി തീർത്തത്! നിമിഷ നേരം കൊണ്ട് ഒരു കെട്ട് ബീഡി. മണിയാ, ഒരു കൈ നോക്കുന്നുണ്ടോ? ഓ, എനിക്കെങ്ങും പറ്റിയ പണിയല്ലിത്. ഇന്ന് ആബിദാത്തയെ കണ്ടില്ലല്ലോ. ബീഡി തീർക്കാൻ ആദ്യമേ വരുന്ന ആളല്ലേ? ഓ, അവർക്ക് നല്ല സുഖമില്ല. 2 വിരലുകൾ ചുണ്ടിൽ വച്ച് പുറത്തേക്ക് വായിലിട്ട് ചവച്ച മുറുക്കാൻ കഷ്ണങ്ങളും ഉമിനീരുമായി നീട്ടി തുപ്പിക്കൊണ്ട് സാലിമാമ പറഞ്ഞു.